ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴത്തോട്ടൊരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇന്ന് റിലീസായി ഈ പടം ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ട് നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ എന്താ പറയുക, ഈ സബ്ജക്റ്റ് മാത്രമല്ല മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ആഷിഖ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത്, ആഷിഖ് തന്നെ ഡയറക്ടറും. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിൻ്റെ ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ ആലോചിക്കും, ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ. പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിഖ് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കണ്ടപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത്. കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെ ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മളിപ്പോൾ എല്ലാ സിനിമയും പറയുന്നവർ ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണുമായിരിക്കും, ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണുമായിരിക്കും, നമുക്കൊരു കാരവൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു. കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മുകളിലുള്ള ഒരു ബംഗ്ലാവിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ എത്ര റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞതൊക്കെ. ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം മൊബൈലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് വുഡ് ആണെങ്കിലും ശരി, പക്ഷെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നമുക്കിതിൻ്റെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഒരു ഇതായി പോകും. സോ നമുക്ക് പറയാനുള്ളത് പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ക ആഷിഖ് കപൂർ ഫിലിം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ റിലീസിന് മുമ്പായിട്ട് പ്രൊമോഷൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്കും മറ്റ് സിനിമകളൊക്കെ ഭയങ്കര അധികം പ്രൊമോട്ട് ചെയ്തപ്പോ ഈ റൈഫിൾ ക്ലബ്ബ് കുറച്ചുകൂടെ സൈലന്റ് ആയിട്ട് നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ ലോ പ്രൊഫൈൽ വന്ന് ക്രിസ്മസ് തൂക്കാമെന്നുള്ളത് ഒരു പ്ലാൻ ആയിരുന്നു? പ്ലാൻ്റെ അല്ല, അത് കണ്ടന്റിലുള്ള നമ്മുടെ വിശ്വാസം കൊണ്ടാണ് ഫസ്റ്റ് സ്ക്രീനിങ് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വെക്കാമെന്ന് ടീം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പടത്തിന് മുമ്പേ പ്രസ് മീറ്റ് വെച്ചാൽ എന്തായാലും എല്ലാവരും സിനിമ കണ്ടു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ സംസാരിക്കാമല്ലോ. നമ്മൾ മുമ്പേർ വന്ന് തള്ളേണ്ട കാര്യമില്ലോ, കണ്ടറിയാമല്ലോ എന്നോർക്കത്തുള്ളൂ. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ് കേട്ടോ. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖാൻ, നമ്മുടെ സൂരജ്, അതൊക്കെ അതിഗംഭീരമായിട്ടുള്ളൊരു എൻട്രി, ഒരു ആദ്യ അനുഭവം എന്ന് പറയാം. ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയും കാര്യം. സെന്ന ഹെഗ്ഡെ, കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നടേഷ് ഹെഗ്ഡെ, Suraj, what's your experience after watching? എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടായിരുന്നു പറഞ്ഞ മാതിരി ആദ്യമായിട്ടാണ് ആക്ട് ചെയ്യണത്. പക്ഷെ എൻ്റെ ചുറ്റുപാട് ഇത്രയും ടാലൻറ്റഡ്, ഇത്രയും വോമായ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് വാസ് മച്ച് മോർ ഈസിയർ എക്സ്പീരിയൻസ്. പിന്നെ ആഷിഖേട്ടനും നമ്മളെ വളരെ ഒരു പ്രസൻസ് ഉണ്ട്. അവർ ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ, പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു. ആൻഡ് ദാറ്റ് ടു താങ്ക് ആഷിഖേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ്. ബിക്കോസ് പറഞ്ഞ മാതിരി ഇവർ മുന്നിലൊക്കെ ഞങ്ങൾക്ക് ഐ ഹാവ് നോ ഐഡിയ, റൈറ്റ്? പക്ഷെ ആദ്യമായിട്ടൊന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഓണർ. അതൊക്കെ വെറുതെ കുറച്ച് വിനയമാണ്, കുറച്ച് വിനയം കൂട്ടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരു ഫീൽ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല.
സൂരജ് ഫസ്റ്റ് ഡേ തന്നെ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സീൻസ് ആയിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതെ, സൂരജിന്റെ ഒരു പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇവ വന്നിട്ട് ഒരു 30 പുഷപ്പ് എടുക്കും ഷോട്ടിന് മുമ്പ്. യു ക്യാൻ സീ ദാറ്റ്. എന്നിട്ട് പോയിട്ടാണ് പുള്ളി സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത്. സോ ഇറ്റ് വാസ് പാഷനേറ്റ് ടു വാച്ച് ഹിം ഓൾസോ. വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അല്ല, ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂഷ്വലി പെർഫോം ചെയ്യല്. അപ്പൊ ആ സ്റ്റേജിൽ കയറുന്ന മുന്നേ നമ്മൾ സാധാരണ ഒരു 100 പുഷപ്പ് അടിച്ചിട്ടാണ് പോകില്ല. അപ്പൊ ഞാൻ ആ സെയിം ടെക്നീക്ക് ഇവിടെ യൂസ് ചെയ്യാനായിരുന്നു മനസ്സിലുണ്ടായത്. പിന്നെ അതും നമ്മൾ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെടി കൊള്ളുന്ന സീനായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് പമ്പാവട്ടെ എന്ന് അതെ അതെ, അത് എണ്ണാൻ വേണ്ടിട്ട് എന്നെ നിർത്തുമായിരുന്നു. സോൾബി ചേച്ചി പ്ലീസ് കൗണ്ട്. ഞാനാണെങ്കിൽ പേടിച്ചു വിറച്ചു, മോനെ സൂരജ് അല്ല ഹനുമാൻ കൈൻ്റെ ഒക്കെ ആണല്ലോ ഇവൻ. അപ്പോൾ പോയി എങ്ങനെ എണ്ണി അങ്ങനെ വാമാക്കിട്ട് നോക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇവര് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിട്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയ. ലൈക്ക് it was really fun. It was a beautiful time and yeah. അതന്നെ. OTT-യിൽ സൂപ്പർ ഹിറ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം. അപ്പോൾ അതിനുശേഷം ഫൈറ്റ് ക്ലബ്, ഈ സിനിമ കാണുമ്പോൾ ഒരു ഗോഡ് ഫാദർ കാണുന്ന പോലെ ഈ ഒരു ക്ലബിനെ മുഴുവൻ നീക്കുന്ന ഒരു വലിയൊരു കാർന്നവരുടെ സ്ഥാനം ഉണ്ടല്ലോ. പോയ പോട്ട് പുല്ലെന്ന് പറയുന്നത് തോക്കിട്ട് വരിക, വേറെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ശരിക്കും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ അങ്ങനൊരു കഥാപാത്രം എത്രത്തോളം ഡീപ്പാന്ന് തോന്നുന്നു? ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിൻ്റെ എന്താ വലിയ മിടുക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് ആഷി കപൂറിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ, ഇരിപ്പല്ലേ. ഒരു കസേര ചെയ്യുന്നതുകൊണ്ട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷി കപൂറാണ്. സത്യത്തിൽ അത് കുട്ടേട്ടൻ്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലണ്ട, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളിക്കൊണ്ടുപോയി. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ ഒരു ദിവസം. അപ്പം ഞങ്ങൾക്ക് പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക, ഇതൊക്കെ എന്നെ എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും, മേക്കപ്പ് ഇരിക്കും. അപ്പൊ 2:30 മണിക്കാണ്. അപ്പൊ ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. ഇപ്പൊ ഈ സുരഭിയൊക്കെ പോയി ആഷിക്കോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റ് ചെയ്യും, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ പിന്നെ ആഷിക്കും വിചാരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കുട്ടികൾ എന്നുള്ള പേര് കിട്ടി എനിക്ക്. ഞാനവിടെ 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2 മണിയാകുമ്പോഴേ റെഡി ആവുള്ളൂ. കാരണം 2:30-ക്കല്ലേ വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോണ പറയില്ല കേട്ടോ. ഞാൻ അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷെ ഇവരൊക്കെ പിള്ളേരില്ല. അപ്പം ഞാനിപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാനുള്ള കാരണവര് 42 വർഷമല്ലേ സിനിമയിൽ. പക്ഷേ അഹങ്കാരമൊന്നും കുട്ടേട്ടൻ കാണിച്ചില്ല. അഹങ്കാരമല്ല, അഹങ്കാരം എൻ്റെ അവസ്ഥയാ. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് നാക്കാന്ന ദൈവങ്ങളൊക്കെ വല്ലപ്പോഴൊരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിൽക്കും. ഉറപ്പാണ്. ഇത് പാസ്സായാൽ ഞാൻ ഇങ്ങനെ ഇനി എനിക്ക് എന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഇത് പാസ്സായി ഞാൻ സുരഭി. റൈഫിൾ ക്ലബിൻ്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, അത് പറഞ്ഞു തുടങ്ങാൻ നല്ലത് സൂരജാണ്. കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിൻ്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ശ്യാമിൻ്റെ അടുത്ത് പറഞ്ഞാണ്, സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാ, എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം, എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ആ സിനിമയുടെ കഥ പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ. പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ്. അത് റൈറ്റിംഗ് പാർട്ടായാലും അതിൻ്റെ മേക്കിംഗ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ സൂരജിൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറി പോകാൻ മച്ചനെ, ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക്. ആ പിടുത്തമാണ് സിനിമയിൽ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട്. അവർക്കൊരു
ഒരു ഹൈ പോയിന്റ് ഉണ്ട്. അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പൂക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്ടേഴ്സിന്. അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യത, എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ തന്നെ, അതും ആഷിഖ് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി, അതിന് റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയായിരിക്കും ആഷിഖ് ചെയ്യുന്നത്, ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ക്യാമറ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറമാന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് DOP ഉണ്ട്, പക്ഷെ സ്റ്റിൽ ആഷിഖ് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ആയിരുന്നു. ഇത് വർക്കാവുന്നുണ്ടോ, ഇത് അറിയുന്നില്ല. കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് പോയിരുന്നു. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു. കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ, ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട്. ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ്. അത് വർക്കായിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ റൈഫ് ക്ലബിൽ ആഷിഖിൻ്റെ ഈ പടത്തിൽ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആഷിഖിൻ്റെ പടങ്ങളൊക്കെ മിക്കവാറും പല ജോണറിലുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലൊന്നും കയറി ഇരിക്കുന്ന ഒരു പ്രകൃതമല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ കണ്ടിട്ട്. സോ അദ്ദേഹത്തിൻ്റെ പുതിയൊരു പടം, ആ പുതിയൊരു എക്സ്പെരിമെൻറ്റിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നേക്കാളൊക്കെ ഉപരി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാൾ സീനിയേഴ്സായിരിക്കണം. പക്ഷേ അഭിനേതായാലും ടെക്നീഷ്യൻസ് ഉണ്ട്, അഭിനേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടിയേട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിവേ ഈ ക്രൂവിൻ്റെ കൂടെ എസ്പെഷ്യലി മൈ സൂസൻ ഒരുപാട് സന്തോഷം. പിന്നെ പലരും വിളിക്കുമ്പോഴൊക്കെ ഇതിന്റെ ഹ്യൂമർ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ചിരിച്ചു, ഇല്ല കേട്ടില്ല ചോദിച്ചു. ഷൂട്ട് ചെയ്തു, പകുതി ഉള്ള കാരണം കൂടുതൽ ഭാഗ്യശാലി. അതിന്റെ ഞങ്ങളുടെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സത്യത്തിൽ അന്ന് ഞങ്ങളുടെ മെയിൻ ഗുരുനാഥയായിട്ടുള്ള ദർശന അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷ്ണു അഗസ്ത്യ അത് ഏറ്റെടുത്തു. അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം ഒക്കെ നൽകിയെങ്കിലും അല്ലേ, അവർ പടം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്തായിരുന്നു അത്? അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തട്ട് എത്തിയതുമില്ല എന്നുള്ളൊരവസ്ഥയെ. അപ്പൊ അതില് സജീവൻ ചേട്ടന് വളരെയധികം വിഷമമുണ്ട്. അതെ, അപ്പോ സാരല്ല സജീവൻ ചേട്ടാ, നമുക്കത് ഡിലീറ്റഡ് സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് എടുത്ത് അതെ നമുക്ക് ഇനിയും പോരല്ലേ, മതിയായില്ലല്ലേ? അത് അടുത്ത പാർട്ടിൽ കുറച്ചും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് പാർട്ടിൽ ഓണത്തിനല്ലേ? വേട്ടമൃഗം രാപ്പാടി പ്രൊഡക്ഷൻസിന്റെ വേട്ടമൃഗത്തിൽ നമുക്കത് കാണാവുന്നതാണ്. എന്റെ മോനെ, അത് കറക്റ്റ് ശരിക്കുമുള്ള തോക്കാ. അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് പോലീസ് വീട്ടിൽ ഒരു മയത്തിലൊക്കെ തള്ളാവും എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? ഇങ്ങനെ സ്ത്രീ ക്യാരക്ടേഴ്സ് പോലും മലയാള സിനിമയിൽ അങ്ങനെ തോക്കെടുത്തിട്ട് ചന്നം പിടിക്കുന്നതാണ് എന്ത് രസമെന്നറിയാം. ഞാൻ ചന്നം ഭിന്നം വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ച് 3 പേരെ ഞാൻ കൊന്നു. ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള
ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്, പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന ഭാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടിയെടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമാങ്കോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്നിങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുമോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നീ സംസാരിച്ചു കളയില്ല. അവർ സംസാരിച്ചോളൂ, പക്ഷെ അവര് നമ്മളെ പരിചയമുള്ളൂ. അവരൊന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു. മൈക്ക്. So thank you for having me. Sham said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോൾ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്ക ഒന്നും പറയില്ല, പറഞ്ഞോ. അല്ല, എന്തെങ്കിലും ചോദിച്ചാൽ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. പക്ഷെ ഒരു നോർമൽ ഇതുപോലെ ഇങ്ങനൊരു ക്ലിപ്പിനകത്ത് ഒരു ഗോഡ് ഫാദർ എന്ന ലെവലിൽ ആ തോക്ക് വെച്ചിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്റെ ചോദ്യമാണ് ഇതുണ്ടല്ലോ, അതായത് രാജ്യത്ത് തോക്ക് വെച്ചിട്ട് അങ്ങനത്തെ സീൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരേ സർക്കിളാണ് വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ ടീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തായിരുന്നു അത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് ഈ സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തെക്കാൾ കുറച്ചും കൂടെ റൈറ്റർ, ഞാൻ ശ്യാമേട്ടൻ്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട എനിക്ക് പേടിയാ, എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പം ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ ബാക്കി 50% ഞാനാണ് ചെയ്യുന്നത്, അപ്പം നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. ഹലോ, നിയാസ്. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ് പറയട്ടെ. പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറയുമ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന് ഇതിനകത്ത് അത് മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയപ്പെടുന്നത് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ, കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്നെ എടുക്കുകയും സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്, പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലിൽ
ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രി വൺസ് എഫേർട്ട്, ആക്ടേഴ്സിൻ്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതിൽ ആഷിഖ് കപൂറിൻ്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്റ്റ് ചെയ്ത രീതിയും പിന്നെ ഷ്യാമും മറ്റുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിൻ്റെയും ഡയലോഗ്സൊക്കെ സൂപ്പർബായിരിക്കുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ് സോ ഫാന്റാസ്റ്റിക്. എല്ലാവർക്കും ഈ പടത്തെക്കുറിച്ചൊരു ഹൈ എൻഡ് അഭിപ്രായമാണ്. ആൻഡ് വി ഹോപ്പ് ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദ ലെവൽ. ആൻഡ് താങ്ക്സ് ഫോർ ഹാവിങ് അസ്. നമസ്കാരം. ഇതിപ്പോൾ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിൻ്റെ കൂടെ ഷാം പുഷ്കറിൻ്റെ സ്ക്രിപ്റ്റിലും ദിലീഷ് പോത്തിൻ്റെ കൂടെയൊക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങളവിടെ അത് ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷം ഇതിന് മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെ തീർക്കണം. താങ്ക് യു സോ മച്ച്. സെന്ന ഹെഗ്ഡെ, തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ. In my life, ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. I had no aspiration. Even today, like ഈ പടം കഴിഞ്ഞിട്ട് നീ ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ട. So I think the casting director called me. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ എനിക്ക് ഇങ്ങനത്തെ കോൾ വരാറുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ കാസർഗോഡ് ഭാഗത്ത് ഞാൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ആർ ബേസ്ഡ് there. So വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചെന്ന് വിചാരിച്ചു. So when he said ഞാനാണ് ആക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു കൊണ്ടി ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started. അപ്പോൾ ഇതിൻ്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല, 1-2 ആൾക്കാരുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. Then he started dropping names. അപ്പോഴാണ് then the greedy side of my mind started working. So basically I'm here because of greed. Because nobody wants to lose an opportunity to work with these names and the bigger names who are not on the stage today. So yeah, I mean, ഞാനൊരു 4 ദിവസത്തേക്ക് എന്നിട്ട് എന്നെ വിളിച്ചത് ഇവിടെ for the shoot. Yeah, so I met, I mean, Vishnu will tell the story. ഫസ്റ്റ് ദിവസം വന്നിട്ട് സെനബ്രു ഇതേപോലെ പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയണ്ട, നാളെ ആദ്യത്തെ ഷൂട്ട് വെച്ചിട്ട് മിക്കവാറും ഞാൻ മുങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്നും ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നതും താൻ ആരോടും പറയരുത്. ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷെ പതുക്കെ അഭിനയിച്ച് വന്നപ്പോൾ ഫസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ കൊല്ലുന്നത് ഞാനാണ്. അതൊരാശ്വാസമായിരുന്നു. So yeah, I mean, so 4 ദിവസത്തേക്ക് വന്നതാ. I think I stayed because I was part of the entire family of, and I start with Suraj, and then I finish with Kashyap. So and Suraj and me were the first friends. Namla അടുത്തടുത്ത room ആയിരുന്നു. So I was so nervous and it was his first time. So I told him take extra 5 push-ups for me. So that gives me extra confidence. So yeah, it's a wonderful opportunity and yeah, I'm really grateful. Thank you. ഞാനതിനകത്ത് റൈഫിൾ ക്ലബ്ബിൽ രാപ്പാടി എന്ന് പറഞ്ഞിട്ട് വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു ബി വിത്ത് ഓൾ ദിസ് വൈബ്രൻറ്റ് ടീം. ഞാൻ കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം മിലിന്ദാണ് വിളിക്കുന്നത്. മിലിന്ദും ജിമിനും കൂടെ എനിക്കൊന്ന് പടം തുടങ്ങുന്നതിന് 2-3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ സാഹചര്യം കിട്ടുന്നത്. സോ വെരി ഗ്രേറ്റ്ഫുൾ. പടം നല്ല അഭിപ്രായം വരുന്നുണ്ട്. ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുന്നുണ്ട്. ക്രിസ്മസിന് ഒരു വമ്പിച്ച വിജയമാവട്ടെ. പടം ആൾക്കാർ മനസ്സിലായിട്ടെ. താങ്ക് യു.